വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാവിലെ അംബേദ്കർ ജയന്തി ചടങ്ങിൽ വെച്ചാണ് മോദി നേരിട്ട് പിന്തുണ തേടിയത്. വിഷയം പാർട്ടി ചർച്ച ചെയ്ത് പിന്നീട് നിലപാട് അറിയിക്കുമെന്ന് ഖർഗെ മറുപടി നൽകി. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിനുള്ളത്. എങ്ങനെയാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ പിന്തുണ തേടിയത്? പ്രധാനമന്ത്രി മറുപടി എങ്ങനെയായിരുന്നു? ശ്രുതി, വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കക്ഷികളും ഇതിനെ പിന്തുണയ്ക്കണം എന്നാണ് കഴിഞ്ഞ 2 ദിവസമായി പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാരിശക്തി വന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ വനിതകൾക്ക് തുറന്ന കത്തിലും പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷം അടക്കം ഐക്യകണ്ഠേന ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ പാർലമെന്റിൽ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയോട് പ്രധാനമന്ത്രി വനിതാ സംവരണ ബില്ലിൽ പിന്തുണ നൽകണമെന്ന അപേക്ഷ അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൃത്യമായി തന്നെ അല്പസമയം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന നടത്തി കൃത്യമായ നിലപാട് അറിയിക്കാമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിന് മറുപടി നൽകിയതായി എന്താണെങ്കിലും കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങളും ഇപ്പോൾ പ്രതികരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നാളെ 3 മണിക്കാണ് ഈ യോഗം നടക്കുന്നത്. യോഗത്തിൽ ബില്ലിന്മേൽ സ്വീകരിക്കേണ്ട നിലപാടടക്കം പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പിന്തുണ തേടിക്കൊണ്ട് രംഗത്തേക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷം വനിതാ സംവരണത്തെ എതിർക്കുന്നില്ല, മറിച്ച് ഇപ്പറഞ്ഞ മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളാണ് എതിർക്കുന്നത് ഇന്നലെ സോണിയാഗാന്ധി തന്നെ വ്യക്തത വരുത്തിയിരുന്നു. എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ബില്ലിൽ പിന്തുണ തേടി എന്ന് പറയുന്നത് വളരെ അപൂർവമായ സാഹചര്യം മാത്രമാണ്. പ്രത്യേകിച്ച് മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്നിപ്പോൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു പാർലമെന്റിൽ വെച്ച് അത്തരത്തിലൊരു സംഭാഷണം ഉണ്ടാവുകയും ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന ആവശ്യം പ്രധാനമന്ത്രി നേരിട്ട് ഖർഗെയോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശ്രുതി, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.